9 വർഷം കൊണ്ട് പൊങ്കാലയിടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഭിന്നശേഷിയായ മക്കളായിരുന്നു ഒന്നും അറിഞ്ഞുകൂടാത്ത 50% 40% ഇവിടെ വന്ന് പൊങ്കാല ഇട്ടതിന് ശേഷം ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഭക്തിയോടടുക്കുമ്പോൾ ചൂടൊരു പ്രശ്നമായിട്ട് തോന്നുന്നേ ഇല്ല. വീട് ഞങ്ങള് ഗുജറാത്തിൽ നിന്ന് വരുവാ, അഹമ്മദാബാദിൽ നിന്ന്. കേരളത്തിലെ ഐവർകാല എല്ലാ പ്രാവശ്യവും വരാം, മുടങ്ങാതെ വരും. ഇന്ന് രാവിലെ ഒരു മഴയൊക്കെ പെയ്തു, അതുകൊണ്ട് കുറച്ച് എന്റെ വീട് അടൂര്. അടൂരിന്ന് അന്നാ KSRTC ഇല്ല, ഇപ്പൊ ചോദിക്കാൻ പോന്നേ ഉള്ളൂ. ഞങ്ങള് പിന്നെ ചാല വാട്ടർ അതോറിറ്റി എല്ലാ വർഷവും ഇവിടെ ഉണ്ടാകും. ഇനി അടുത്ത വർഷം വരുന്നുണ്ട്, ഉറപ്പായിട്ടും വരും. മോഡ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്, പിള്ളേരുടെയൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പറയുന്നത്. 9 വർഷം കൊണ്ട് പൊങ്കാലയിടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഭിന്നശേഷിയായ മക്കളായിരുന്നു ഒന്നും അറിഞ്ഞുകൂടാത്ത 50% 40% ഇവിടെ വന്ന് പൊങ്കാല ഇട്ടതിന് ശേഷം ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. നല്ല കഴിവും നല്ല ഇതുമായിട്ട് മൂത്ത മോൻ പൊക്കോണ്ടിരിക്കുന്ന ഇളയമോ ഐറ്റേക്ക് +2 കഴിഞ്ഞ് നല്ലൊരു അമ്മ, ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് ഇട്ടതിന് ശേഷം. ആദ്യം വരപ്പോ ഒന്നും അറിഞ്ഞുകൂടെ ഇരുന്ന് പൊങ്കാല ഇടാൻ എങ്ങനെയാണെന്ന് ഒന്നും അറിഞ്ഞുകൂടെ ഇരുന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ വരപ്പോ പ്രത്യേക സന്തോഷമാണ്. ഒരു അമ്മ കുംഭമാസം ആവപ്പോഴേ നല്ല സന്തോഷമാണ് അമ്മയുടെ അടുക്ക വരാനും എല്ലാം. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, 2 മക്കള് വീട്ടിലുണ്ട്. മൂത്ത മോന് ഒത്തിരി കഴിവുണ്ട്, പക്ഷെ ഇളയാൾക്ക് 40% അത്ര ബുദ്ധി കുറച്ച് വന്നിട്ടില്ല. +2 സ്ക്രൈബ് വെച്ച് പരീക്ഷ എഴുതി ജയിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഈ മക്കളെ കൊണ്ട് അച്ഛൻ കളഞ്ഞിട്ട് പോയി, മക്കൾ അങ്ങനെ ആയതുകൊണ്ട്. ഈ ആറ്റുവാല അമ്മ, ഇളമ്പ്രക്കൊട്ട അമ്മ, കൊടിമൂട്ട അമ്മ ഒത്തിരി സന്തോഷമാണ് അവരടുക്ക. ജയലക്ഷ്മിയുടെ അടുക്കല് അല്ല, ഒരു കുഴപ്പം, എല്ലാ വെള്ളവും ഭക്ഷണവും എല്ലാം കിട്ടി. ബസ്സിൽ കയറി കൊല്ലം പാരിപ്പള്ളിയില്. അടിപൊളിയായിരുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. പൊങ്കാല നമ്മുടെ ആര്യ നിവാസിൽ. എല്ലാ വർഷവും അവിടെ തന്നെയാണ്. ഭക്തിയോടടുക്കുമ്പോൾ ചൂടൊരു പ്രശ്നമായിട്ട് തോന്നുന്നേ ഇല്ല. അല്ല, എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്, പിന്നെ 2 കൂട്ടുകാരികളും ഉണ്ട്. വീട് ഞങ്ങള് ഗുജറാത്തിൽ നിന്ന് വരുവാ, അഹമ്മദാബാദിൽ നിന്ന്. കേരളത്തിലെ ഐവർകാല എല്ലാ പ്രാവശ്യവും വരാം, മുടങ്ങാതെ വരും. ഇപ്പൊ ഐവർകാലയിലോട്ടാ പോകുന്നത്, പിന്നെ ഗുജറാത്തിൽ 1 മാസം കഴിഞ്ഞിട്ട്. എല്ലാ വർഷവും വരും, അടുത്ത പ്രാവശ്യവും വരും. ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, വെള്ളവും ഭക്ഷണവും. ഇന്നലെ രാത്രിയിലും ഉപ്പുമാവും ചായയും പിന്നെ കോഫിയും ഒക്കെ കിട്ടി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സന്തോഷമായി. ആറ്റുകാല് പോലീസിന്റെ സംവിധാനം വളരെ മോശമായിരുന്നു, ഒരു കൺട്രോളും ഇല്ലായിരുന്നു. പിന്നെ ഭക്തജനങ്ങൾക്ക് വെള്ളം പോലും ഒന്നും കിട്ടിയിരുന്നു, അവിടെ ഒരു സൗകര്യം ഇല്ലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ രാവിലെ ഞങ്ങള് 10 മണിക്ക് ദർശനത്തിന് കയറി, 6 മണിക്കാണ് ഇറങ്ങിയത്. ദർശനം കഴിഞ്ഞ് 2:30 ആയപ്പോ അമ്പലം അടച്ചു. പിന്നെ 5 മണിക്ക് വീണ്ടും ലൈൻ തുടങ്ങി. പിന്നെ 6 മണിക്ക് ദർശനം കിട്ടി. അങ്ങനെ ഞങ്ങക്ക് ഭക്ഷണവും ഇല്ലായിരുന്നു, വെള്ളവും ഇല്ല. ഇന്നൊരു പ്രശ്നം ഉണ്ടായി, സന്തോഷമായി.